അങ്ങനെ സൺഡേ ആയിട്ട് പള്ളിയിലൊക്കെ പോകാൻ റെഡിയായി. ഞാൻ ആക്ച്വലി ലൂർദ് ഇടവകയാണ്. പക്ഷേ ലൂർദ് പള്ളിയിലെ കുർബാനയ്ക്ക് നീളം കൂടുതലാണെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലാറ്റിൻ ചർച്ചിലോട്ടാണ്. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ കുർബാന ഉണ്ടോ എന്ന് വേണം ആദ്യം അന്വേഷിക്കാൻ. കാരണം ഞങ്ങൾക്ക് അവിടെ കുർബാന കാണാൻ പറ്റിയില്ല. അവിടെ മിഷൻ സൺഡേയുടെ കുറച്ച് പരിപാടികൾ നടക്കുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ കരീഷ്മേനെ കണ്ടത്. എൻ്റെ സ്റ്റുഡൻ്റാണ് കേട്ടോ കരീഷ്മ. കുറച്ച് നാൾ ഞാൻ പഠിപ്പിക്കാനും പോയിരുന്നു. അങ്ങനെ എൻ്റെ ഇടയിൽ ഷാൻചേട്ടൻ ചിക്കൻ ബിരിയാണി ഒക്കെ കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. ആ സമയം കൊണ്ട് മമ്മിയും എസ്സയും പള്ളിയിൽ കയറി ഇറങ്ങി വന്നു. നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം കുർബാനയ്ക്ക് പോകുക എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കരുത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പുത്തമ്പള്ളിയിലോട്ടാണ്. സംഭവം മാമോദിസ കുർബാനയായിരുന്നെങ്കിലും നമുക്ക് നമ്മുടെ കാര്യം നടന്നല്ലോ. അങ്ങനെ കുർബാന കഴിഞ്ഞപ്പോഴേക്കും എസ പുറത്തിറങ്ങി അവിടെ കണ്ട ചങ്ങലൊക്കെ പിടിച്ച് വലിച്ച് കളിക്കുന്നുണ്ട്. അത് കണ്ട് ഇഷ്ടപ്പെടാതെ ഷാൻചേട്ടൻ അവളെ പിടിച്ചകത്ത് കയറ്റുന്നുണ്ട്. ഐ എം ബി സോറി അളിയ, കുട്ടി ഷൂ ഇട്ടിട്ടാണ് പള്ളിയിൽ കയറിയത്, ആർക്കും ഒന്നും തോന്നരുത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കല്യാൺ എക്സ്പ്രസ് മാർട്ടിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയി. ഇത് വെറും പ്രഹസനത്തിനെടുത്ത ചായപ്പൊടിയാണ്, വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ഷാൻചേട്ടൻ അവിടുത്തെ ഫ്രിഡ്ജൊക്കെ സ്കാൻ ചെയ്ത് എന്തോ എടുത്തു. എന്താ സാധനം നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ, ചിക്കു പൾപ്പ്. ഷേക്ക് അടിക്കാനാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എസയ്ക്ക് ഇഷ്ടമുള്ള 2 സാധനങ്ങൾ എടുത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ എസനെ പഠിപ്പിക്കാനൊക്കെ ഇരുത്തി. ക്ലാസ്സിലേക്ക് കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്യാൻ എസനെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ വൈകിട്ട് ഒരു 8 മണിയായപ്പോഴേക്കും ഞങ്ങൾ സിനിമയ്ക്ക് പോയി. അവിടെ വെച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ പപ്പേൻ്റെ അമ്മേനെയും കണ്ട് സർപ്രൈസ് ആയി പോയിട്ടോ. ഞാനും ഷാൻചേട്ടനെ ആക്ച്വലി അറിയായിരുന്നു ഈ കാര്യം. പക്ഷേ എസയ്ക്ക് ഇത് കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയ ഫിലിം പെറ്റ് ഡിറ്റക്റ്റീവ് ആയിരുന്നു. എസ ഭയങ്കരമായിട്ട് ഫിലിം എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങളെക്കാൾ കൂടുതൽ തിയേറ്ററിൽ പോകാനും ഫിലിം കാണാനും ഒക്കെ ഇഷ്ടം എസയ്ക്കാണ്. അങ്ങനെ ഇറങ്ങുന്ന വഴിക്ക് ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു മഴയും കിട്ടി.